ഈ ഒരു കേക്ക് എനിക്ക് കുറച്ച് സ്പെഷ്യലാണ്. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരിടത്തു നിന്നാണ് എനിക്ക് ഈ ഒരു കേക്കിന് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം തലേദിവസം തന്നെ ഞാൻ ഏകദേശം ഫിനിഷിങ് എല്ലാം കഴിഞ്ഞിട്ട് ഡെക്കറേഷൻ ഏതാണ്ട് ഏറെക്കുറെ എല്ലാം കഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ടോപ്പിൽ കുറച്ച് ചോക്ലേറ്റിൻ്റെ ഡിസൈനൂടെ വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഹേർട്ടിൽ ചെയ്യാം, ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ട് ഹേർട്ടിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനങ്ങനെ ചെയ്ത് പതിയെയാണ് കേട്ടോ ഞാനിതെടുത്ത് വെക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകുമേ. അതുകൊണ്ട് പതിയെയാണ് കേട്ടോ ഞാൻ ഇത് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ചോക്ലേറ്റിൻ്റെ ഷേപ്പ്. അപ്പം നമ്മുടെ കേക്ക് ബട്ടർ സ്കോച്ച് ആയിരുന്നു. 2 kg ആയിരുന്നു കേട്ടോ വെയിറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയായിരുന്നു കേട്ടോ ഞാൻ തലേദിവസം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു 2 kg കേക്ക് ആയിരുന്നത് കൊണ്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി കഴിഞ്ഞപ്പം കുറച്ചുകൂടി സ്പേസ് ബാക്കി കിടക്കുന്ന പോലെ തോന്നി കേട്ടോ. കസ്റ്റമറാണെങ്കിൽ നമ്മളോട് ഹാപ്പി ബർത്ത്ഡേ എന്ന് മാത്രം എഴുതിയാൽ മതി എന്നായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനത് ഗനാഷ് വെച്ചിട്ടായിരുന്നു ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ചെറിയ ചെറിയ ഹേർട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഗനാഷ് വെച്ച് തന്നെ ആയിരുന്നു കേട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും ബാലൻസ് കിടക്കുന്ന പോലെ എനിക്ക് ഫീലായിട്ട് ഞാൻ പിന്നെ നമ്മുടെ പ്രയലൈൻ ഉണ്ടല്ലോ, അതാണ് ഇങ്ങനെ സൈഡിൽ മാത്രം 1 റൗണ്ട് സൈഡിൽ മാത്രം നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചോക്ലേറ്റിൻ്റെ ഷേപ്പും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ലെഫ്റ്റ് സൈഡിലായിട്ട്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഡിസൈനിങ് വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കസ്റ്റമർ നല്ല ഡിസൈനായിരുന്നു, അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ കേക്കിൻ്റെ ബേസ് കുറച്ച് കട്ടിയിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞു, ഞാൻ ബട്ടറിലാണ് കേക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്വല്പം കട്ടിയാൽ മറ്റേ ഓയിൽ ഒഴിക്കുമ്പോൾ പോലത്തെ അത്രയും അങ്ങ് പഞ്ഞി പോലെ ഇരിക്കത്തില്ല. ചിലർക്ക് കുറച്ച് കട്ടിയിലിരിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലായിരിക്കും ഇഷ്ടം. പലർക്കും പല പല ഇഷ്ടങ്ങളാണല്ലോ. അപ്പം ബട്ടറിൽ നമ്മൾ ചെയ്യുമ്പം ഭയങ്കര ഹാർഡാണെന്നല്ല, ഒരു സ്വല്പം ഒരു പൊടിക്കൊരു ഇത് മറ്റേതിനെക്കാട്ടിലും കുറച്ചുകൂടി കൂടി നിൽക്കും, അത്രയേ ഉള്ളൂ. അപ്പം അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിസൈനൊക്കെ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാക്കിങ് കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 9 മണിയൊക്കെ ആകുമ്പോഴായിരുന്നു കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇത് എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.